So we can do another problem. Write down the question. Evaluate integral over C 3xy dy from 0 to 1 2. Okay. So ഇന്നലെ നമ്മൾ ചെയ്ത പ്രോബ്ലം സെയിം ഇന്റഗ്രൽ ആയിരുന്നു അല്ലേ? ഇന്റഗ്രൽ ഓവർ സി 3xy dy from 0 to 1 to the same question, but one more thing is there. What? An equation is given to you, right? I think y is equal to x square. അങ്ങനെ എന്തോ പറഞ്ഞൊരു ഇക്വേഷനും കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. But here there is no equation. Okay, only given that find the integral from 0 to 1 2. So only you have 2 points. Okay, no equations. So here question. Okay, here dy, so this is of the second form. Okay, so you have to convert this integral into a single variable. That is, either you can convert it to the variable x or y. ഓക്കെ, ഓർ നിങ്ങൾക്ക് ടീയിലാണെങ്കിൽ ടീയിലേക്ക് വേണമെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും പാരാമെട്രിക് ഇക്വേഷൻ എഴുതിയിട്ട്. സോ ടു കൺവേർട്ട് ദിസ് ഇക്വേഷൻ ടു എ സിംഗിൾ വേരിയബിൾ, വാട്ട് വി നീഡ് എ ഇക്വേഷൻ. ബട്ട് ഹിയർ ദർ ഇസ് നോ ഇക്വേഷൻ, റൈറ്റ്? ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും തന്നിട്ടില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഇക്വേഷൻ. ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഇക്വേഷൻ. ദി ഓൺലി തിങ് ഗിവൺ ഇസ് വാട്ട്? 2 പോയിന്റ്. ഈ ഒരു 2 പോയിന്റ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ വി ഹാവ് ടു ഫൈൻഡ് എൻ ഇക്വേഷൻ യൂസിങ് ദിസ് പോയിന്റ്. ഓക്കെ, മനസ്സിലായി നിങ്ങൾക്ക്? ഈ ഒരു ഇൻറ്റഗ്രലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. ദിസ് സെക്കൻഡ് ഫോം ആണ്. സെക്കൻഡ് ഫോം നമുക്കറിയാം ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇങ്ങനെയൊക്കെയാണ് ഉള്ളതെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ദറ്റ് ഇക്വേഷൻ ഇൻ ടു എ സിംഗിൾ വേരിയബിൾ. സോ വി വാണ്ട് എൻ ഇക്വേഷൻ. പക്ഷെ ഇവിടെ ഇക്വേഷൻ തന്നിട്ടില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ദറ്റ് ഇക്വേഷൻ യൂസിങ് ദിസ് 2 പോയിന്റ്. ഇപ്പം 2 പോയിന്റ് വെച്ചിട്ടുള്ള ഏത് ഇക്വേഷനാണ് നിങ്ങൾക്ക് അറിയാവുക? സോ ഇവിടെയൊക്കെയാണ് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അവിടെ നിങ്ങൾ ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻസ് പഠിക്കുന്നുണ്ട്. സ്ട്രേറ്റ് ലൈൻ ഉള്ള ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കുന്നുണ്ട് ഇക്വേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. ഓക്കെ, സോ വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ വെൻ 2 പോയിന്റ്സ് ആർ ഗിവൺ? ആർക്കെങ്കിലും അറിയോ? സോ നമ്മുടെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് we want an equation. So we have to find an equation using this 2 point. So ആകെ ഈ 2 പോയിന്റ് വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഓഫ് എ ലൈൻ with 2 points 0 0 and 1 2. അപ്പം 2 പോയിന്റ്സ് തന്നാൽ how can we find the equation of a straight line or equation of a line? If x1, നിങ്ങൾ എഴുതിയെടുക്കണേ, x1 y1 and x2 y2 are 2 points of a line, then the equation of that line is y minus y1 is equal to what? y2 minus y1 divided by x2 minus x1 into x minus x1. Okay, sorry. Okay, so the equation is x minus x1 divided by x2 minus x1 is equal to y minus y1 divided by y2 minus y1. Okay,
So this is our equation. Okay. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പഠിക്കുക x1 y1 and x2 y2 are the 2 points. Then the corresponding equation of a line joining these 2 points is given by x minus x1 divided by x2 minus x1, and y is equal to y minus y1 divided by y2 minus y1. So here what is x1 y1 and x2 y2? നമുക്ക് ഇവിടെ എന്താ ഈ 0 x1 y1 is equal to 0 0 and x2 y2 is equal to 1 2. Okay, so substitute here x minus x1 is what? 0, right? 0 divided by x2 is 1. Okay, so 1 minus x1 is again 0. നിങ്ങൾ നോക്കി എഴുതുക x1 y1 ഒക്കെ എന്താ വെച്ചാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, which is equal to y minus y1 is 0 divided by y2 is what? 2. 2 minus y1 is 0. Okay, so we'll get x minus 0 is x by 1 is equal to y by 2. Okay, so x is equal to y by 2, which implies 2x is equal to y. So this is our equation. നമുക്ക് ഒരു equation കിട്ടിയല്ലോ, that is y is equal to 2x. ഇങ്ങനെ ഒരു equation കിട്ടി. സോ ഇക്വേഷൻ കിട്ടിയാൽ ഇനി നിങ്ങൾക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടത്. ഈ ഒരു കംപ്ലീറ്റ് എന്താ 3xy dy എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്യാം, വൺ വേരിയബിളിലോട്ടേക്ക്, അതായത് എക്സിലോട്ട് വേണമെങ്കിൽ എക്സിലോട്ട് കൺവേർട്ട് ചെയ്യാം, വൈയിലോട്ട് വേണമെങ്കിൽ വൈയിലോട്ട് കൺവേർട്ട് ചെയ്യാം. Okay, so you have to find this dy, y, etc. y is 2x, and ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യണം, അതിന്റെ ഡെറിവേറ്റീവ് കാണുക. സോ dy by dx is equal to what? Derivative of 2x is 2, so dy is equal to 2 dx. Okay, is it clear? We have to find the integral of 3xy dy from 0 0 to 1 2. So here we have to convert this equation into a single variable. So we have to find what? An equation relating to x and y. Okay, so the equation രണ്ട് points തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷൻ എഴുതേണ്ടത്? സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. Okay, so the equation of the straight line is x minus x1 divided by x2 minus x1 is equal to y minus y1 divided by y2 minus y1. Okay, so substitute all the values and you will get the equation y is equal to 2x. Then we can find the derivative of that equation, and now we can find this integral value. Okay, അതിന്റെ ബാക്കിയാണ് നിങ്ങൾ ചെയ്തേ, ഇന്റഗ്രൽ നിങ്ങൾ കണ്ടുപിടിച്ചേ. So did you understand? Did you understand? എനിക്ക് മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കി നിങ്ങൾ ചെയ്യൂലേ? ട്രൈ ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതാം, ചെയ്യാം. സോ ഇത്രയും കണ്ടു കഴിഞ്ഞാൽ ഫൈൻഡ് ദറ്റ് ഇന്റഗ്രൽ. It is integral over c
3xy dy is equal to what? Integral over c 3x. So yക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? നമുക്ക് y എന്താ കിട്ടിയത്? Y is equal to 2x. So into 2x. Then dy. dy is what? dy എന്തായിരുന്നു കിട്ടിയ? 2. Okay. dy 2, right? Okay. 2 dx. Y is equal to 2x and dy is equal to 2 dx, which is equal to integral over c. We have to write the limit. So here x. Okay, we are using the variable x. So write the limit of x. X in the limit a point x ever vary ചെയ്യുന്നത് നോക്കുക. Near question. So x is varying from 0 to 1. 0 to 1. 3 to 2. 6. 6 into 12. X square dx. Integrate answer എത്ര കിട്ടിയേ പറ. What the answer? 4. Correct. Very good. എല്ലാവർക്കും കിട്ടിയോ 4? Okay. Okay. So here 12 derivative of x square is x cube by 3. Then 12 and x get cancelled. So limit 0 to 1. So 4 x cube 0 to 1, that is 4 into 1 cube minus 0, which is equal to 4. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ 4 കണ്ടുപിടിക്കാം. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubt? If you have a doubt, you can ask. Is that clear? Okay. So, next question. Important ആണ് ഇതൊക്കെ. Okay. So our next question, evaluate integral over c 2xy dx plus x square plus y square dy, where x is equal to cos t, y is equal to sin t, and where 0 less than or equal to t less than or equal to pi by 2. Important question, ഒരു തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇവാലുവേറ്റ് integral over c 2xy dx plus x square plus y square dy, where x is equal to cos t, y is equal to sin t, 0 less than or equal to t less than or equal to pi by 2. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ എന്താ വരേണ്ടത്? ഇന്റഗ്രൽ, എന്തിൻ്റെ ഇന്റഗ്രലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഹിയർ ഡി എക്സ് ഈസ് ഹിയർ, ഡി വൈ ഈസ് ഹിയർ. സോ ദിസ് ഈസ് സെക്കൻഡ് ഫോം. ഓക്കെ, അത് മനസ്സിലായാൽ തന്നെ ഓക്കെ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സെക്കൻഡ് ഫോം. So here we have to convert this into a single variable. So equation is given. Equation തന്നിട്ടുണ്ട് നമുക്ക്. ഇത് equation ആണ്. X is equal to cos t and y is equal to sin t എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് equation തന്നിട്ടുണ്ട്. So this equation is in t. Okay, t ലാണ് equation രണ്ടും വരുന്നത്. Okay, x ഉം y ഉം തമ്മിൽ റിലേറ്റ് ചെയ്ത ഇക്വേഷൻ അല്ല, നമുക്കൊരു പാരാമെട്രിക് ഫോമിലാണ് തന്നിട്ടുള്ളത്.
സോ നമ്മൾ പറഞ്ഞു either we can convert into x or y or ടിയിലോട്ടേക്ക് നമുക്ക് ഇതിനെ കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യനിൽ ടി വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇക്വേഷൻ തന്നെങ്കിൽ ദെൻ യു ക്യാൻ കൺവേർട്ട് ദിസ് ഇക്വേഷൻ കംപ്ലീറ്റ്ലി ഇൻ ടു വാട്ട് ടി. ഓക്കെ, സോ എങ്ങനെ ചെയ്യാം? നമുക്ക് അത് ചെയ്ത പോലെ തന്നെ ഇക്വേഷനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഈ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ചെയ്യാം. Integral, we have to calculate the integral over c 2xy dx plus x square plus y square dy. Okay, so here given that x is equal to cos t, then find dx by dt. Here t, so we had to derivate with respect to, differentiate with respect to t. So derivative of cos t is minus sin t. So dx is equal to what? Dx is equal to minus sin t dt. Okay, the next equation endana, y is equal to sin t. Okay, so dy is equal to what? Derivative of sin t is cos t dt, right? So dx dt, dy dt. Okay, and x is equal to cos t, y is equal to sin t. And നമ്മൾ എന്ത് ചെയ്യുക, ഈ കംപ്ലീറ്റ് ഇക്വേഷൻ നമ്മൾ ടിയിലോട്ടേക്ക് മാറ്റുക. സോ വി വിൽ ഗെറ്റ് ഇന്റഗ്രൽ ഓവർ സി, ഓക്കെ, 2 into x. X is equal to what? Cos t. So put cos t into y എന്താണ്? Y is equal to sin t and dx is നമുക്ക് പുതിയ, ഇത്രയും ക്ലിയർ അല്ലേ? So integral over c 2xy dx plus x square plus y square dy, which is equal to integral over c 2 into x is equal to what? Cos t, y is sin t and dx എന്തായിരുന്നു കിട്ടിയത്? dx is equal to minus sin t dt. Okay, plus x square. X square means cos square t, then plus sin square t. Okay, and dy is cos t dt. എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, then we will get integral over c. Here minus 2 cos sin square t. Okay, cos t sin square t dt plus cos square t plus sin square t is 1. So 1 into cos t. So cos t dt. Okay, നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. സാധാരണ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആൻഡ് ഹിയർ ഇൻ്റഗ്രൽ ഓവർ c. c means what? It is given in the question that the limit of t is 0 to pi by 2. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്നലത്തെ പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 0 to pi by 2 എന്താണ് വരിക? മൈനസ് 2 cos t sin square t dt പ്ലസ് നമുക്ക് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. 0 to pi by 2 cos t dt. Okay, so here minus 2 is a constant, so taking outside 0 to pi by 2 cos t sin square t dt plus integral cos t dt is what? Sin t. So sin t നമുക്ക് അവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. ഓക്കെ, ഇത് വേഗം നമുക്ക് കിട്ടും, ഇതിന്റെ ഇന്റഗ്രൽ. ബട്ട് ഹിയർ നിങ്ങൾ നോക്കി ഇതിന്റെ ഇന്റഗ്രൽ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? Integral cos t sin square t. Again here the product of two function, right? So here നമ്മൾ എന്ത് ചെയ്യാം? ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ്. സോ സൈൻ ടി എന്ന് പറയുന്നത് കോസ്റ്റിന്റെ ഡെറിവേറ്റീവ്, കോസ്റ്റ് സൈൻ ടിന്റെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെറിവേറ്റീവ് ആണ് നമുക്കറിയാം. സോ ഏതെങ്കിലും ഒരു യു ഇസ് ഈക്വൽ ടു എന്തെടുക്കുക? അവിടെ സ്ക്വയർ വരുന്നുണ്ട്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. യു ഇസ് ഈക്വൽ ടു സൈൻ ടി എന്നെടുക്കാം. ഓക്കെ, ദെൻ ഡി യു ഇസ് ഈക്വൽ ടു വാട്ട്? സൈൻ ടിന്റെ ഡെറിവേറ്റീവ് cos t dt. Okay, so നമുക്ക് കിട്ടിയില്ല ഇവിടെ cos t dt.
Okay, so we are converting this integral into u. Substituting u എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ യുയിലോട്ടേക്ക് മാറ്റുന്നതാണ്. നമ്മൾ അങ്ങനെ വേറെ ഒരു ടേംസിലോട്ടേക്ക് മാറ്റുമ്പം എന്ത് ചെയ്യണം? ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. ഓക്കെ, so here we are using substitution method, that is put u is equal to sin t and we will get du is equal to cos t dt. So here completely this term is changing to u, okay, in terms of u. So here limit is also in terms of u. ലിമിറ്റും നമുക്ക് എന്താ വേണ്ടത്? യുവിന്റെ ടേംസിൽ തന്നെ, അതായത് യുവിന്റെ ലിമിറ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ ഹൗ ക്യാൻ വി ഫൈൻഡ് ദിസ്? ഹിയർ ദിസ് ഈസ് ദ ലിമിറ്റ് ഓഫ് ടി. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 2. Okay, so we want what? Limit of u. Okay, so here u is equal to what? Sin t. എങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കുക? u is equal to sin t, which is equal to sin t എന്താണ് ഇവിടെ? 0. sin 0 which is equal to 0. Okay, ടിക്ക് നമ്മൾ അതിന്റെ വാല്യൂ കൊടുത്തിട്ട് യു കണ്ടാൽ മതി. യു ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതുക, എന്നിട്ട് അതിൽ ടി ഉണ്ടാവും. അപ്പൊ ടിക്ക് നമ്മൾ വാല്യൂ കൊടുക്കുക. ലോവർ ലിമിറ്റ് കൊടുത്താൽ യുവിന്റെ ലോവർ ലിമിറ്റ് കിട്ടും. അതേപോലെ ടിന്റെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ യുവിന്റെ അപ്പർ ലിമിറ്റ് കിട്ടും. സോ ഹിയർ അപ്പർ ലിമിറ്റ് ഓഫ് ടി ഇസ് 5/2. സോ അഗൈൻ യു ഇസ് ഈക്വൽ ടു വാട്ട്? സൈൻ ടി, then which is equal to sin upper limit കൊടുക്കുക. sin pi/2. sin pi/2 is 1. So the limit is what? 0 to 1. Okay, so the integral is -2 into integral 0 to 1 cos t dt. Sin square t is what? U square. Sin t is u, so sin square t is u square into cos t dt. cos t dt എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? du. ഓക്കെ, പ്ലസ് ഇവിടെ നമ്മൾ ഓൾറെഡി ഇന്റർവൽ കണ്ടുപിടിച്ചു. ഇനി അവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ മതി. ഓക്കെ, സോ സൈൻ 5/2 മൈനസ് സൈൻ 0. നിങ്ങൾ ഈ ഒരു ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈനൽ ആൻസർ എത്ര കിട്ടിയെന്ന് പറയാം. സോ എനി വൺ? ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ ഇത്രയും ചെയ്തത്? ഓക്കെ, ഇന്റഗ്രേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. പക്ഷെ പ്ലസ് ടുവിൽ അത്ര നിങ്ങൾ ഡീപ്പായിട്ട് ചിലപ്പോൾ നോക്കണമെന്ന് വരില്ല ഇന്റഗ്രേഷന്റെ ആ ഒരു കാര്യമൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഏതെങ്കിലും സ്റ്റെപ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തായാലും ആർക്കെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടാവില്ലേ? എന്താ നിങ്ങൾ ചോദിക്കാത്ത ഡൗട്ടൊന്നും? ക്ലിയർ ആണോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുന്ന ആൻസർ എത്ര കിട്ടിയെന്ന് പറ. -2 into 0 to 1 u square du. So integral of u square എത്രയാണെന്ന് കണ്ടുപിടിക്കുക and put the upper limit and lower limit and find the answer.
So got the answer? Anyone? One by three. Okay. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ ആൻസർ? -1/3. -1/3 അല്ലേ വരുന്നത്? വാട്ട്സ് ദി ആൻസർ? എല്ലാവർക്കും കിട്ടിയ ആൻസർ? So here it is equal to -2 into u cube by 3. Upper limit and lower limit. Let's here sin pi by 2. Sin pi by 2 is 1. 1 minus 0. Okay. Then -2 into 1 by 3 minus 0 plus 1. That is -2/3 plus 1. So -1/3 is the answer. Okay. So clear now? All of you. 1/3 ആണോ കിട്ടുന്നത്? ഇവിടെ ഒരു നെഗറ്റീവ് ഇല്ലേ? ഞാൻ ചെയ്തതിൽ എവിടെയെങ്കിലും നിങ്ങളൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറ. എനിക്ക് കിട്ടി നമ്മൾ എവിടെ വ്യത്യാസം എന്നുള്ളത്. ഓക്കെ. This is -2, no? This -2. So -2 into cos t sin square t dt. Wait. എല്ലാവർക്കും 1/3 ആണോ കിട്ടിയത് അല്ലെങ്കിൽ -1/3 ആണോ കിട്ടിയത്? പറ. ഓക്കെ, നോക്കാം. സോ എവിടെ വ്യത്യാസം വന്നത് പറ. നിങ്ങൾ എവിടെയാ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ.
-2/3 + 1 എന്നല്ലേ കിട്ടുന്നേ? അല്ലേ? പറ. Anyone? മാം -2/3 + 1 1/3 അല്ലേ? Okay, okay. Okay. 1/3 is the answer. -2/3 ആണല്ലോ, right? Correct. Okay. So അത് ക്ലിയർ അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? സോ നമ്മൾ സെക്കൻഡ് ഫോമും കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, ലൈൻ ഇൻറ്റഗ്രലിൽ ഫസ്റ്റ് ഫോം, ദെൻ സെക്കൻഡ് ഫോം. ഇനി അടുത്തതാണ് തേർഡും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ശ്രദ്ധിക്കുക. തേർഡ് ഇസ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. ഓക്കെ, ഇത് നമ്മുടെ ലൈൻ ഇൻറ്റഗ്രലിൽ വരുന്ന ഒരു ഫോമാണ്. വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദി ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ദി ഫോഴ്സ്. ഓക്കെ, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്, ദാറ്റ് ഈസ് integral over C F dot dr. Okay, integral over C F dot dr is the work done by a force. Okay, ഇതാണ് work done by a force where F is equal to force F, that is Fi plus some Gj plus Hk. Okay, F is equal to Fi plus Gj plus Hk, and dr is equal to dxi plus dyj plus dzk. Okay, so integral over C F dot dr, ഇതാണ് നമ്മൾ അടുത്ത ഫോം, F dot dr, വേർ F എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വെക്റ്റർ ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് നമ്മൾ ഫോഴ്സ് എന്ന് പറയും. വെക്റ്റർ ഫീൽഡ് സാധാരണ നമുക്ക് തരുന്ന F തന്നെ, ijk വെച്ചിട്ട് സം Fi plus Gj plus Hk, and this dr is dxi plus dyj plus dzk, that is r is equal to what? R is equal to some xi plus yj plus zk. Okay, so dr is equal to dxi plus dyj plus dzk. Then this F dot dr എങ്ങനെ നമുക്ക് എഴുതാം? Integral over F dot dr is equal to what? Integral over C F is equal to some Fi plus Gj plus Hk dot dr. Dr is what? Dxi plus dyj plus dzk. Okay, which is equal to integral over C. Dot product എങ്ങനെ നമ്മൾ എടുക്കുക? F into dx plus g into dy plus h into dz. So this is the work done by a force. Okay, that is integral over C F dot dr. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എഫ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, ദെൻ യു ഹാവ് ടു ഫൈൻഡ് എഫ് ഡോട്ട് ഡി ആർ. അപ്പൊ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതാ ഈ ഒരു ഫോർമുലയിലേക്ക് അതിനെ കൊണ്ടുവരണം. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ക്വസ്റ്റ്യനിൽ തന്ന എഫും ഡി ആറും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഈ ഒരു ഫോമിലേക്ക് നിങ്ങൾ കൊണ്ടുവരുക. ഓക്കെ, ദെൻ ദിസ് ഈസ് ഓഫ് ദി ഫോം വാട്ട്? സെക്കൻഡ് ഫോം. നമ്മൾ ഈ ഒരു തേർഡ് ഫോമിന്, അതായത് വർക്ക് ഡണ്ണ് നമ്മൾ സെക്കൻഡ് ഫോമിലോട്ടേക്ക് കൊണ്ടുവരും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ സാധാരണ നമ്മൾ ചെയ്ത മാതിരി തന്നെ ചെയ്യുക. കംപ്ലീറ്റ്ലി ഒരു വേരിയബിളിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഇന്റർവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? Is it clear? That is work done. Work done എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ട. Work done means integral over C F dot dr. Okay, where F is some field and dr is dxi plus dyj plus dzk. നിങ്ങൾ അത് രണ്ടും എഫും ഡി ആറും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇക്വേഷൻ, ആ ഒരു ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഇപ്പൊ ചെയ്ത സെക്കൻഡ് ഫോമിലുള്ള ഒരു ഇന്റഗ്രൽ, അതായത് ഡി എക്സ് ഡി വൈ ഡി സെഡ് വരുന്ന ഒരു ഇന്റഗ്രൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. You can find the integral using that second form. Okay, ഇതാണ് നമ്മൾ ലാസ്റ്റ് ഫോം. ആൻഡ് ഈ ഒരു പ്രോബ്ലം ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ തീരും. ഓക്കെ, സോ ഈസ് ഇറ്റ് ക്ലിയർ?
ക്ലിയർ ആണോ? വർക്ക് ഡൺ. അതിന്റെ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ ഓക്കെ. അഭിനന്ദ്. അഭിനവ്. അഭിനവ്. Present. അഭിരാം. Present. ആഗ്ന. Present, ma'am. അഹില. Present, ma'am. അജൽ. Present, ma'am. ആകർഷ്. Present, ma'am. ഗോകുൽ. Present, ma'am. അക്ഷര. Present, ma'am. ആൽബിൻ. Present, ma'am. അഞ്ജിത. Aye. അനുജിത്ത്. Present, ma'am. അനുരാഗ്. Present, ma'am. അരുണിമ. Present, ma'am. അശ്ബിൻ. Present, ma'am. അശ്വന്ത്. Present, ma'am. അശ്വിൻ. Present, ma'am. അശ്വിൻ പവിത്രൻ. Present, ma'am. അശ്വൽ. Present, ma'am. അശ്വന്ത്. Present, ma'am. അശ്വതി. അശ്വതി. അതുൽ. Present, ma'am. ദീപിക. Present, ma'am. ദേവിക. Present, ma'am. ഫാത്തിമ. Present, ma'am. മിസ്ബ. Present, ma'am. ഷഹല. Present. ഷിബിലിയ. സുഹറ. Present, ma'am. ഗാഥ. Present, ma'am. ഗോപിക. Present, ma'am. ഇഷ. Present, ma'am. കിരൺ. Present, ma'am. മാളവിക. Ma'am. നബീൽ. Present, ma'am. മോസിന. Present, ma'am. മോസിൻ. മോസിൻ. ഫഹദ്. Present, ma'am. സദഫ്. Present, ma'am. സഹൽ. Present, ma'am. നേഹ. Present, ma'am. നിഹാരിക. Present, ma'am. നിർമ്മൽ. Present, ma'am. നിവേദിത. Present, ma'am. നൈനിക. Present, ma'am. പുണ്യ. Present, ma'am. രജത്. Present, ma'am. സഹില. Present, ma'am. സാരംഗ്. സാരംഗ്. Present, ma'am. ഷഹാന.
Present, ma'am. Shanil, Present, ma'am. Shoni, Present, ma'am. Siddhartha, Present, ma'am. Siddharth Sunil, Present, ma'am. Saurabh, Present, ma'am. ഷഹാന ഉണ്ടോ? ഷഹാന ശരി. സിദ്ധാർത്ഥ് പറഞ്ഞു. സൗരഭ്, Present, ma'am. ശ്രീരജ്, Present, ma'am. ടൈഫൽ, Present, ma'am. കാശിനാഥ്, Present, ma'am. വിഘ്നേഷ്, Present, ma'am. ഇസ്രത്, Present, ma'am. പ്രണവ്, Present, ma'am. ജലിയ, എല്ലാവരും പ്രസന്റോ? താങ്ക് യു.